സൗദിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65% തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി നീക്കിവെക്കണം. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം. 6 മാസം മുമ്പ് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച ഫാർമസി മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന് നാളെ മുതൽ തുടക്കമാകും. പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച 6 മാസത്തെ കാലാവധി ഇന്ന് അവസാനിക്കും. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65%, ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ, മരുന്ന് മൊത്തവിതരണ കമ്പനികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ 55% തൊഴിലുകളിൽ സ്വദേശികളെ നിയമിച്ചിരിക്കണം. അല്ലാത്ത സ്ഥാപനങ്ങൾ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. ജനറൽ ഫാർമസിസ്റ്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ എന്നിവ ഉൾപ്പെടെ 22 അംഗീകൃത തൊഴിലുകളാണ് സ്വദേശിവൽക്കരണ പരിധിയിൽ വരിക. മൈ പ്രിസ്ക്രിപ്ഷൻ പ്രോഗ്രാമിലൂടെ സർക്കാർ ആരോഗ്യ മേഖലകളിലെ മരുന്ന് വിതരണം സ്വകാര്യ ഫാർമസികൾക്ക് കൈമാറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഈ തീരുമാനം നിരവധി സൗദി ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സ്വദേശി ഫാർമസിസ്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ വേതനം 7000 റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വദേശിവൽക്കരണ അനുപാതം കണക്കാക്കുന്നതിന് ഇത് അടിസ്ഥാനമാക്കും. സൗദി ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം.